സോ ഹലോ ഗൈസ്, ഞാനാണ് അതിഥി. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ പോട്രോണിക്സ് എന്ന് പറയുന്ന ബ്രാൻഡ് പുറത്തിറക്കുന്ന വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന 4 കിടിലൻ പവർ ബാങ്കുകളെ കുറിച്ചാണ്. അതിലൊരെണ്ണം ഒരു വയർലെസ് പവർ ബാങ്ക് കൂടിയാണ്. സോ ഈ 4 പവർ ബാങ്കിൻ്റെയും അൺബോക്സിംഗ് ആൻഡ് ഫുൾ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. സോ നമ്മുടെ ഒന്നാമത്തെ പവർ ബാങ്ക് ആണ് പോട്രോണിക്സിൻ്റെ ലെക്സൽ വയർലെസ് 10K എന്ന് പറയുന്ന പവർ ബാങ്ക്. പേര് പോലെ തന്നെ ഇതൊരു വയർലെസ് പവർ ബാങ്ക് ആണ്. എനിവേ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ഈ ഒരു പവർ ബാങ്ക് വരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ ബാങ്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിൾ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി പവർ ബാങ്കിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ കയ്യിലേക്ക് എടുക്കുന്ന സമയത്ത് ഫീൽ ചെയ്യുന്ന കാര്യം കമ്പാരിറ്റീവ്ലി ലൈറ്റ് വെയിറ്റ് ആണ്. കാരണം 240 ഗ്രാംസ് മാത്രമാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ വെയിറ്റ് വരുന്നത്. അതുപോലെ തന്നെ കംപ്ലീറ്റ് ഒരു പ്ലാസ്റ്റിക് ബിൽഡിലാണ് വന്നിരിക്കുന്നത്. നല്ല ഗുഡ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലായിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഡിസൈൻ കാണാനും നല്ല രസമുണ്ട്. താഴെയായിട്ട് പോട്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ സാധിക്കും. മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് ഏരിയ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുകൾ വശത്തേക്ക് നോക്കുകയാണെങ്കിൽ വേക്കപ്പ് ബട്ടനും ഒപ്പം തന്നെ USB പോർട്ടുകളും കാണാൻ സാധിക്കും. സോ ഇവിടെ മുകളിൽ കാണുന്ന ഒന്നാമത്തെ പോർട്ടാണ് ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഈ പോർട്ട് വഴി നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറെ ഡിവൈസസ് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് PD ചാർജിങ് ഔട്ട്പുട്ടും ഇതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് കാണുന്ന USB ടൈപ്പ് എ പോർട്ട് വഴി 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഇനി പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മാഗ്നറ്റിക് വയർലെസ് ചാർജിങ് ഏരിയ കാണാൻ സാധിക്കും. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വയർലെസ് ചാർജിങ് ഡിവൈസസ് ഒക്കെ ചാർജ് ചെയ്യാനുള്ളത്. ഒപ്പം തന്നെ 15 വാട്ട്സിൻ്റെ മാക്സ് സേഫ് ചാർജിങ് ഔട്ട്പുട്ടും നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. പിന്നീട് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഇങ്ങനെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു പവർ ബാങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഫൈനലി ഈ പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത് 1399 രൂപയാണ്. എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ പവർ ബാങ്ക് ആണ് പോട്രോണിക്സിൻ്റെ ലെക്സൽ 10K എന്ന് പറയുന്ന 10,000 mAh കപ്പാസിറ്റി വരുന്ന പവർ ബാങ്ക്. സോ ഇങ്ങനൊരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ഈ ഒരു പവർ ബാങ്ക് നമുക്ക് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ ബാങ്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂസർ മാനുവലും വാറണ്ടി കാർഡും. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി ഈ പവർ ബാങ്കിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പവർ ബാങ്കിൻ്റേത് പോലുള്ള ഒരു ബിൽഡ് ആൻഡ് ഡിസൈൻ ആണ് ഇവിടെയും വന്നിരിക്കുന്നത്. താഴെയായിട്ട് നമുക്ക് പോട്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. മുകളിലായിട്ട് നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് നമ്മുടെ വേക്കപ്പ് ബട്ടനും ഒപ്പം തന്നെ USB പോർട്ടുകളും കാണാൻ സാധിക്കും. സോ ഇവിടെ മുകളിലായിട്ട് ആദ്യം കാണുന്ന പോർട്ടാണ് ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഈ പോർട്ട് വഴി നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറെ ഡിവൈസസും ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് PD ചാർജിങ് ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു ടൈപ്പ് എ പോർട്ടാണ്. ഈ പോർട്ട് വഴി നമുക്ക് 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ പവർ ബാങ്കിനകത്ത് ലഭിക്കുന്നുണ്ട്. ഇനി ഫൈനലി ഈ പവർ ബാങ്കിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 999 രൂപയാണ് പ്രൈസ് വരുന്നത്. എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ മൂന്നാമത്തെ പവർ ബാങ്ക് ആണ് പോട്രോണിക്സിൻ്റെ ലെക്സൽ ബൈൻ 10K എന്ന് പറയുന്ന പവർ ബാങ്ക്. ഇതും ഒരു 10,000 mAh കപ്പാസിറ്റി വരുന്നൊരു പവർ ബാങ്ക് ആണ്. എനിവേ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ഈ ഒരു പവർ ബാങ്ക് നമുക്ക് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ ബാങ്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി പവർ ബാങ്കിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പവർ ബാങ്ക് പോലെ തന്നെയാണ്. പക്ഷേ എന്നാലും ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഇതിൻ്റെ പുറകു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ടൈപ്പ് സി കേബിളും ഒരു ലൈറ്റ്നിങ് കേബിളും കാണാൻ പറ്റും. സോ ഇത് യൂസ് ചെയ്ത് നമ്മുടെ ഡിവൈസസ് ചാർജ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ പവർ ബാങ്ക് ആണ് വാങ്ങുന്നതെങ്കിൽ കൂടെ കേബിൾ കൊണ്ട് കിടക്കേണ്ട ആവശ്യമില്ല. സോ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ബാക്കിയെല്ലാം മറ്റ് പവർ ബാങ്ക് പോലെ തന്നെ സെയിം ആണ്. എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പോട്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് വേക്കപ്പ് ബട്ടനും അതുപോലെ തന്നെ USB പോർട്ടുകളും കാണാൻ സാധിക്കും. സോ ഇവിടെ മുകളിലായിട്ട് ആദ്യം കാണുന്ന പോർട്ടാണ് ടൈപ്പ് സി ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഈ പോർട്ട് വഴി നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ വേറെ ഡിവൈസസും ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് PD ചാർജിങ് ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു ടൈപ്പ് എ പോർട്ടാണ്. ഈ പോർട്ട് വഴി നമുക്ക് 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ പവർ ബാങ്കിനകത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഫൈനലി ഈ പവർ ബാങ്കിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1399 രൂപയാണ് ഈ പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത്. എനിവേ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നമ്മുടെ നാലാമത്തെയും അവസാനത്തെയും പവർ ബാങ്ക് ആണ് പോട്രോണിക്സിൻ്റെ ലെക്സൽ മിനി 20K എന്ന് പറയുന്ന പവർ ബാങ്ക്. ഇതൊരു 20,000 mAh കപ്പാസിറ്റി വരുന്ന ഒരു മിനി പവർ ബാങ്ക് ആണ്. എനിവേ ഇങ്ങനെ ഒരു ഡീസൻറ്റ് പാക്കേജിങ്ങിലാണ് ഈ ഒരു പവർ ബാങ്ക് ലഭിക്കുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മുടെ പവർ ബാങ്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി കേബിൾ ലഭിക്കുന്നുണ്ട്. പിന്നെ ഒരു യൂസർ മാനുവൽ ആൻഡ് വാറണ്ടി കാർഡ്. സോ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ബോക്സ് കണ്ടൻസ്. ഇനി പവർ ബാങ്കിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ട പവർ ബാങ്ക് പോലെ തന്നെയാണ്. പക്ഷേ എന്നാലും സൈസിലും വെയിറ്റിലും ഒക്കെ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇതൊരു മിനി പവർ ബാങ്ക് ആണ്. പക്ഷേ എന്നാലും 20,000 mAh കപ്പാസിറ്റി വരുന്നൊരു പവർ ബാങ്ക് എന്ന രീതിയിൽ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി സൈസ്
സൈസ് വളരെയധികം കുറവാണ്, ഒപ്പം തന്നെ വളരെയധികം കോമ്പാക്റ്റുമാണ്. ബാക്കിയെല്ലാം നേരത്തെ കണ്ട പവർ ബാങ്ക് പോലെ തന്നെയാണ്. എന്ന് പറയുമ്പോൾ ഫ്രണ്ട് സൈഡിലായിട്ട് നമുക്ക് പോട്രോണിക്സിൻ്റെ ബ്രാൻഡിങ് കാണാൻ പറ്റും. മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലായിട്ട് വേക്കപ്പ് ബട്ടനും ഒപ്പം തന്നെ USB പോർട്ടുകളും കാണാൻ സാധിക്കും. സോ ഇവിടെ മുകളിലായിട്ട് ആദ്യം കാണുന്ന പോർട്ടാണ് ടൈപ്പ് C ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്. ഈ പോർട്ട് വഴി നമുക്ക് ഈ പവർ ബാങ്ക് ചാർജ് ചെയ്യാനും പറ്റും, അതുപോലെ തന്നെ വേറെ ഡിവൈസസും ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 20 വാട്ട്സിൻ്റെ ഫാസ്റ്റ് PD ചാർജിങ് ഔട്ട്പുട്ട് നമുക്ക് ഇതുവഴി കിട്ടുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്നത് ഒരു ടൈപ്പ് A പോർട്ടാണ്. ഈ പോർട്ട് വഴി നമുക്ക് 22.5 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഔട്ട്പുട്ടും കിട്ടുന്നുണ്ട്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ, ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ പോലുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് ഈ പവർ ബാങ്കിനകത്തായിട്ട് ലഭിക്കുന്നുണ്ട്. പിന്നീട് ഫൈനലി ഈ പവർ ബാങ്കിൻ്റെ പ്രൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1799 രൂപയാണ് ഈ ഒരു പവർ ബാങ്കിൻ്റെ പ്രൈസ് വരുന്നത്. എനിവേ എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ 4 പവർ ബാങ്കുകളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആൻഡ് വാല്യൂ ഫോർ മണി പവർ ബാങ്കുകളാണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. എന്തായാലും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.